റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി ജീവിക്കുന്നു. ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു. ദൈവത്തോടൊപ്പം ഒരൊറ്റ വീട്ടിൽ താമസിക്കുന്നവനാണ് പുത്രൻ. പിതാവിനോടൊപ്പം ഒരേ വീട്ടിൽ താമസിക്കുന്നവനെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ പിതാവിൻ്റെ ഭവനത്തിൽ അവകാശമുള്ളവനെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ ആ ആത്മാവ് നമ്മളെ ഒറ്റ വീട്ടിലേക്ക്, പിതാവിനെയും നമ്മളെയും ഒറ്റ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നമ്മളെ പ്രവേശിപ്പിക്കും. നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ ദൈവാത്മാവിൻ്റെ ചിന്തകളാണോ? എൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ അത് അശുദ്ധാരൂപിയിൽ നിന്ന് വരുന്നവയാണോ? അശുദ്ധമായതും പാപമായതുമൊക്കെയാണോ എൻ്റെ ഉള്ളിലുള്ളത്? അശുദ്ധമായതും പാപമായതൊക്കെയാണെങ്കിൽ അതിനെ മാറ്റി നിർത്തണം. അത് മാറിയെങ്കിലേ പരിശുദ്ധാത്മാവിന് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതേ അധ്യായത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ഒരു ഭാഗത്ത് പുത്രനാകേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നു, ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കണം. മറിച്ച് മറുഭാഗത്ത് ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സാണെങ്കിൽ ജഡത്തിൻ്റേതായ കാര്യങ്ങൾ, ജഡത്തിൻ്റേതായ സുഖങ്ങൾ, ജഡത്തിൻ്റേതായ വ്യാപാരങ്ങളിൽ വ്യാകുലമായിപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സാണ് എങ്കിൽ അത് ദൈവത്തിൻ്റെ എതിർദിശയിൽ, എതിർപാളയത്തിലുള്ളതാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ആകയാൽ നമുക്ക് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരായി ജീവിക്കാനായിട്ട് ശ്രമിക്കാം. അതിന് തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവപുത്രീപുത്രന്മാരുടെ അഭിഷേകം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.